ഹലോ ഗൈസ്, ആൻഡ്മാൻ ആൻഡ് ദി വാസ്പ് ക്വാണ്ടമേനിയ മൂവിയിലെ എന്തുകൊണ്ടാണ് മറ്റ് കാങ് വേരിയൻസ് ക്വാണ്ടം റിയലത്തിലേക്ക് കാങ്ങിനെ എക്സൈൽ ചെയ്തത്? അത് ഈ വീഡിയോയിൽ നോക്കാം. കാങ് ദി കോങ്കറർ തൻ്റെ അഡ്വാൻസ്ഡ് ടൈം ട്രാവൽ ടെക്നോളജി യൂസ് ചെയ്ത് അനേകം യൂണിവേഴ്സസ് കീഴടക്കാൻ തുടങ്ങി. അവൻ്റെ ആഗ്രഹങ്ങളും അധിനിവേശ സ്വപ്നങ്ങളും മറ്റുള്ള കാങ് വേരിയൻസ് ഇമ്മോർട്ടസ്, റാമാട്ടഡ്, സ്കാർലറ്റ് സെഞ്ചൂറിയൻ തുടങ്ങിയവർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത വിധം വളർന്നു. ഒടുവിൽ കാങ് മുഴുവൻ മൾട്ടിവേഴ്സിനുള്ള ഭീഷണിയായി മാറി. അവൻ സമയത്തിലും സാങ്കേതിക വിദ്യയിലും ആധിപത്യം നേടിയതിനാൽ അവനെ കൊല്ലുക എന്നത് അസാധ്യമായി. ഇതിനാലാണ് അവർ കാങ്ങിനെ ടൈമിൻ്റെയും സ്പേസിൻ്റെയും അപ്പുറത്തുള്ള ഡയമെൻഷനായ ക്വാണ്ടം റിയലത്തിലേക്ക് എക്സൈൽ ചെയ്തത്. തൻ്റെ മൾട്ടിവേഴ്സൽ എഞ്ചിൻ കോർ ഇല്ലാതെ കാങ്ങിന് ക്വാണ്ടം റിയലത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കില്ല. ക്വാണ്ടം റിയലത്തിൻ്റെ അകത്ത് ഒരു സാമ്രാജ്യം തന്നെ കാങ് സൃഷ്ടിച്ചു. ജാനറ്റ് ബാൻഡൈനെ കണ്ടുമുട്ടുകയും ജാനറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്ത് തൻ്റെ ഷിപ്പ് ശരിയാക്കാൻ നോക്കുകയും ചെയ്തു. പക്ഷേ ആ ഒരു എഞ്ചിൻ കോറിൽ തൊട്ടപ്പോൾ അവൻ്റെ യഥാർത്ഥ സ്വഭാവം ജാനറ്റിന് മനസ്സിലായി. സ്കോട്ട് ലാങ്ങിനെ യൂസ് ചെയ്ത് എഞ്ചിൻ പഴയ പോലെ ആക്കാൻ ശ്രമിച്ചു. പക്ഷേ അവസാനത്തെ പോരാട്ടത്തിന് ശേഷം കാങ് തോൽക്കുകയും തകരാറിലായ കോറിൻ്റെ അകത്തേക്ക് കാങ് കുടുങ്ങിപ്പോവുകയും ചെയ്തു. കാങ് ദി കോങ്കറർ ഇല്ലാതായപ്പോൾ കൗൺസിൽ ഓഫ് കാങ്സ് അടക്കം ആയിരക്കണക്കിന് കാങ് വേരിയൻസ് ഒന്നിക്കുന്നു. ഇത് അടുത്ത മൾട്ടിവേഴ്സൽ വാറിൻ്റെ തുടക്കമാണ്.